എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 62-ാമത്തെ സർഗത്തിൽ 8 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് അംബരീഷൻ്റെ കൂടെ ഋചീകൻ്റെ പുത്രനായിട്ടുള്ള ശുനശേഭൻ പോരുകയാണ്. യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് യജ്ഞപശുവാക്കി കൽപ്പിക്കപ്പെട്ട ആ ശുനശേഭനെയും കൊണ്ട് അംബരീഷൻ വരികയാണ്. അതിനിടയ്ക്ക് ഉച്ചയ്ക്കൊരു വിശ്രമം ചെയ്തപ്പോൾ അവിടെ ഒരു പുഷ്കരം എന്നു പേരുള്ള ഒരു തടാകം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ വച്ചിട്ട് വിശ്വാമിത്രനെ കാണുകയാണ്. എന്നിട്ട് വിശ്വാമിത്രനെ ശരണം പ്രാപിച്ചു, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം എന്താ ഉണ്ടായതെന്ന് നോക്കാം. തസ്യ തദ്വചനം ശ്രുത്വാ വിശ്വാമിത്രോ മഹാതപാഃ സാന്ത്വയിത്വാ ബഹുവിധം പുത്രാനിദമുവാചഃ. തസ്യ തദ്വചനം ശ്രുത്വ, ആ ബാലകൻ്റെ ശുനശേപൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് മഹാതപാഹ വിശ്വാമിത്ര, മഹാതപസ്വിയായിട്ടുള്ള ആ വിശ്വാമിത്രൻ സാന്ത്വയിത്വ ബഹുവിധം സാന്ത്വയിത്വ, ആ ബാലകനെ പലതരത്തിൽ ആശ്വസിപ്പിച്ചിട്ട് ആ കുട്ടിയുടെ ദുഃഖമൊക്കെ കേട്ടിട്ട് സാന്ത്വനം വരുത്തിയിട്ട് സാന്ത്വനിപ്പിച്ചതിന് ശേഷം പുത്രാൻ ഇദം ഉവാച, തൻ്റെ പുത്രന്മാരോടായിട്ട് ഇപ്രകാരം പറഞ്ഞു. അതായത് ഋചീകന്റെ പുത്രനെ ആശ്വസിപ്പിച്ചിട്ട് അതിനുശേഷം വിശ്വാമിത്രൻ തൻ്റെ പുത്രന്മാരോട് പറയാൻ ആരംഭിച്ചു. എന്താ പറയാൻ പോണത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയാണ്. യത്കൃതേ പിതരഃ പുത്രാൻ ജനയന്തി ശുഭാർത്ഥിനഃ പരലോകഹിതാർത്ഥായ തസ്യ കാലോയമാഗത. അവിടെ കുട്ടിയുടെ വാക്കുകൾ കേട്ടിട്ട് വിശ്വാമിത്രൻ തൻ്റെ മക്കളോട് പറയാണ്, യത്കൃതേ പിതരഃ പുത്രാൻ ജനയന്തി ശുഭാർത്ഥിന പുത്രാൻ ജനയന്തി. ഏതൊരു കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ടാണോ പിതരഃ അച്ഛനമ്മമാർ മക്കളെ ജനിപ്പിക്കുന്നത്, എന്താണ് മക്കൾ ഉണ്ടായത് കൊണ്ട് പ്രയോജനം, മക്കളെ കൊണ്ട് എന്താണ് ചെയ്യാനുള്ളത് എന്ന് പറയുമ്പോൾ ആ പ്രയോജനമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോണത്. അതെന്താണ്? പരലോകഹിതാർത്ഥായ, പരലോകത്ത് ഹിതമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട്. അതായത് അച്ഛനമ്മമാർക്ക് തർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പിതൃക്കളാവുമ്പോൾ അവർക്ക് വേണ്ടത്ര തൃപ്തി, ജീവിച്ചിരിക്കുമ്പോഴും മരണാനന്തരവും ഒക്കെ അവരെ തൃപ്തിപ്പെടുത്തേണ്ടവരാണ് മക്കൾ എന്നാണല്ലോ പറയുക. ആ രീതിയിൽ പിതൃലോകത്ത് ചെന്നാലും പരലോകത്ത് ചെന്നാലും അച്ഛനമ്മമാർക്ക് തൃപ്തി കൊടുക്കുന്നതിനാണ് മക്കളുണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് ജീവൻ ത്യജിക്കാൻ പോലും മക്കൾ തയ്യാറാവേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയണത്. അതാണ് പരലോകഹിതാർത്ഥായ, പരലോകത്ത് ചെന്നിട്ട് പരലോകം പ്രാപിച്ച് ഹിതം നൽകുന്നതിന് വേണ്ടി പോലും മക്കൾ തയ്യാറാവണം. അതിനുള്ള കാലം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. തസ്യ കാല അയം ആഗത, അതിനുള്ള സമയമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനമ്മമാരെ, പ്രത്യേകിച്ച് പിതാവിനെ തൃപ്തിപ്പെടുത്താനുള്ള സമയം ഇതാ വന്നു ചേർന്നിരിക്കുന്നു എന്ന് മക്കളോട് വിശ്വാമിത്രൻ പറയാണ്. എന്താ പറയണത്? അയം മുനിസുതോ ബാലോ മത്ത ശരണമിച്ഛതി അസ്യ ജീവിതമാത്രേണ പ്രിയം കുരുത പുത്രകാഃ. അയം മുനിസുതഃ ബാലഃ, അയം ബാലഃ, ഈ ഒരു കുട്ടിയുണ്ടല്ലോ, ഇയാൾ ഒരു മുനിയുടെ പുത്രനാണ്, ഒരു ഋഷിയുടെ മകനാണ്. സഹ മത്ത ശരണം ഇച്ഛതി, എന്നിൽ നിന്ന് ആ ബാലകൻ ശരണം ആഗ്രഹിക്കുന്നു. അതായത് വിശ്വാമിത്രൻ്റെ അടുത്ത് ശരണം പ്രാപിച്ചിരിക്കുകയാണ്, എൻ്റെ അടുത്ത് ശരണം പ്രാപിച്ചിരിക്കുകയാണ് ഈ ബാലൻ. ഞാനാണ് ആ ബാലകന് വേണ്ടത് ചെയ്തു കൊടുക്കേണ്ടത്. അതെങ്ങനെയാണ് ചെയ്തു കൊടുക്കേണ്ടത്? അസ്യ ജീവിതമാത്രേണ പ്രിയം കുരുത, ഈ ബാലകന് ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ യജ്ഞപശുവായിട്ട് അംബരീഷൻ്റെ യാഗത്തിൽ കൊണ്ടു ചെന്നാൽ അവിടെ വധിക്കപ്പെടും. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ ബാലകന് ജീവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഹേ പുത്രകാഹ പ്രിയം കുരുത, അല്ലയോ പുത്രന്മാരെ, എനിക്ക് വേണ്ടിയിട്ടും ഈ ബാലകന് വേണ്ടിയിട്ടും പ്രിയമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്തു തരൂ. അത് മക്കളോട് ആവശ്യപ്പെടുകയാണ് വിശ്വാമിത്രൻ. ഈ ഒരു ബാലകന് വേണ്ടിയിട്ട് ഞാൻ പറയണ ഒരു കാര്യം നിർവഹിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സർവേ സുകൃതകർമാണ സർവേ ധർമ്മപരായണാഃ പശുഭൂതാ നരേന്ദ്രസ്യ തൃപ്തിമഗ്നേ പ്രയച്ഛത.
നിങ്ങളെല്ലാവരും വളരെ ധാർമ്മികന്മാരാണ്, സുഹൃതം ചെയ്തവരാണ്, എല്ലാം തികഞ്ഞവരാണ്. അതാണ് സർവേ, നിങ്ങളെല്ലാവരും തന്നെ സുഹൃതകർമാണ, സുഹൃതം ധാരാളം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. വിശ്വാമിത്രൻ്റെ മക്കളായി എന്നുള്ളത് കൊണ്ട് തന്നെ വേണ്ട പോലെയുള്ള മാർഗനിർദ്ദേശമൊക്കെ കിട്ടി ധാരാളം സുഹൃതം ചെയ്തിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ എല്ലാവരും ധർമ്മപരായണന്മാരാണ്, ധാർമ്മികരാണ്. എല്ലാവർക്കും ധർമ്മം എന്താണെന്നറിയാം, പ്രവർത്തിക്കാനും അറിയാം. എല്ലാവർക്കും ധാരാളം സുഹൃത കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള പരിചയവുമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്തു ചെയ്യണം? നരേന്ദ്രസ്യ പശുഭൂതാഹ അഗ്നേഹേ തൃപ്തിം പ്രയച്ഛത. നരേന്ദ്രസ്യ, ഈ അംബരീഷ മഹാരാജാവിൻ്റെ യജ്ഞപശുക്കളായി ഭവിച്ചിട്ട് അഗ്നിക്ക് തൃപ്തിയെ നൽകണം. അഗ്നിക്ക് തൃപ്തി ഉണ്ടാക്കി കൊടുക്കണം. അതായത് നിങ്ങളെ ബലി കൊടുക്കാൻ നിങ്ങൾ സ്വയം തയ്യാറാവണം. അംബരീഷൻ്റെ യജ്ഞപശുക്കളായിട്ട് ഭവിച്ചിട്ട് അഗ്നിക്ക് തൃപ്തി കൊടുക്കണം എന്ന് പറയുമ്പോൾ അവിടെ പോയിട്ട് സ്വയം ബലി നൽകാൻ തയ്യാറാവണം. അതാണപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ട ഒരു കാര്യം. അതായത് അച്ഛനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് കേവലം പരലോകത്ത് പോയ അച്ഛന് വേണ്ടിയിട്ടല്ല, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒപ്പമുള്ള അച്ഛന് വേണ്ടിയിട്ടും തൃപ്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മാർഗം. ഈ ഒരു ബാലകനെ രക്ഷിക്കാൻ നിങ്ങളെല്ലാവരും കൂടിയിട്ട് അംബരീഷൻ്റെ കൂടെ പോയി അവിടെ പോയിട്ട് യജ്ഞപശുക്കളായിട്ട് ഭവിക്കണം. അഗ്നിക്ക് തൃപ്തി ഉണ്ടാക്കി കൊടുക്കണം, സ്വയം ജീവത്യാഗം ചെയ്തിട്ട് എന്നാണ് പറയണത്. അങ്ങനെ വന്നാൽ നാഥവാംശ ശുനശേപോ യജ്ഞശ്ച വിഘ്നതോ ഭവേത് ദേവതാസ്തർപ്പിതാശ്ചുർമമ ചാപി കൃതം വച. ഈ ബാലകൻ ആദ്യമേ തന്നെ വിശ്വാമിത്രനോട് പറഞ്ഞത് ഇതാണല്ലോ, രാജാവിൻ്റെ യജ്ഞം നടക്കണം, എനിക്ക് യജ്ഞപശു ആവേണ്ടി വരരുത്, വിശ്വാമിത്രൻ്റെ കാര്യങ്ങളും നന്നായി നടക്കണം, അഗ്നി മുതലായ ദേവതകളൊക്കെ പ്രസാദിക്കണം, എല്ലാം വേണമല്ലോ. അതിന് ഏറ്റവും നല്ല കാര്യം നിങ്ങളെല്ലാവരും, എൻ്റെ പുത്രന്മാരായിട്ടുള്ള നിങ്ങളെല്ലാവരും യജ്ഞപശുക്കളായിട്ട് ഭവിക്കുകയാണ് എന്ന് പറയാണ്. അതാണ് അങ്ങനെ വന്നാൽ ശുനശേപ നാഥവാഞ്ച, ശുനശേപൻ നാഥവാനായിട്ടിരിക്കും. അദ്ദേഹത്തിനെ ഒരു യജ്ഞപശുവായിട്ട് വിട്ടതുകൊണ്ടാണല്ലോ അച്ഛനമ്മമാർ ഉപേക്ഷിച്ചത്. യജ്ഞപശു അല്ലാതെ ആയാൽ അച്ഛനമ്മമാരെ തിരിച്ചു കിട്ടും ഈ ബാലകന്. മാത്രമല്ല യജ്ഞം വിഘ്നമില്ലാതെ അംബരീഷൻ നടത്തുന്നതായിട്ടുള്ള ആ യജ്ഞം വിഘ്നങ്ങളൊന്നുമില്ലാതെ നടക്കുകയും ചെയ്യും. യജ്ഞശ്ച അവിഘ്നതോ ഭവേത്. ഇനി നിങ്ങളെ അല്ല ആരെ ആയാലും വേണ്ടില്ല, യജ്ഞപശുക്കളെ ബലി നൽകിയാൽ ദേവതകളൊക്കെ പ്രസാദിക്കുകയും ചെയ്യും. ദേവതാഹ തർപ്പിതാശ്ച, ദേവതകൾക്കൊക്കെ തൃപ്തി വരികയും ചെയ്യും, എനിക്ക് സുഹൃതവും കൈവരും. മമ ചാപി മമ വച കൃതം സ്യുഹു, എൻ്റെ വാക്കുകൾ വളരെ സത്യസന്ധമായിട്ട് ഭവിക്കുകയും ചെയ്യും. ഞാൻ ഈ ബാലകന് വാക്ക് കൊടുക്കുകയാണ്, നിന്നെ ഞാൻ രക്ഷിച്ചോളാം എന്ന്. അപ്പോൾ അത് സത്യസന്ധമായിട്ട് തീരുമല്ലോ. എൻ്റെ മക്കളാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ അംബരീഷൻ്റെ യജ്ഞപശുക്കളായിട്ട് അവിടെ പോയിട്ട് സ്വയം ബലി നൽകണം. അങ്ങനെ ആയാൽ എല്ലാവർക്കും തൃപ്തിയാവും. രാജാവിന് കിട്ടും തൃപ്തി, ബാലകന് കിട്ടും, എൻ്റെ വാക്കുകൾ സഫലമാകും, ദേവതകൾക്ക് സന്തോഷമാവും, ആർക്കും തകരാറുകളൊന്നുമില്ല. എനിക്ക് എൻ്റെ മക്കളെ ഈ ഒരു കാര്യത്തിന് വിട്ടുകൊടുക്കണമെന്നുള്ളത് കൊണ്ട് ദുഃഖങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒന്നും ഇല്ല എന്നാണ് വിശ്വാമിത്രൻ ഇവിടെ പറയണത്. അത് കേട്ടപ്പോൾ മുനേസ്തദ്വചനം ശ്രുത്വാ മധുച്ഛന്ദയസുതാഃ സാഭിമാനം നരശ്രേഷ്ഠ സലീലമിദമബ്രുവൻ കഥമാത്മസുതാൻ ഹിത്വാ ത്രായസേന്യസുതം വിഭോ അകാര്യമിവ പശ്യാമ ശ്വമാംസമിവ ഭോജനേ. 13-14 കൂടി ഒരുമിച്ച് ചൊല്ലുകയാണ് ഉണ്ടായത്. അങ്ങനെ വിശ്വാമിത്രൻ്റെ വാക്കുകൾ കേട്ടിട്ട് മുനേഹേ തദ്വചനം ശ്രുത്വ, മുനിയുടെ വാക്കുകൾ കേട്ടിട്ട് മധുച്ഛന്ദൻ എന്നു പേരുള്ള മക്കള്, മധുസ്യന്തൻ എന്നും കാണാനുണ്ട്, മധുഷ്യന്തൻ എന്നൊക്കെ കാണാനുണ്ട്. ഏതായാലും അങ്ങനെ പേരുള്ള മധുച്ഛന്ദൻ എന്ന പേര് തുടങ്ങിയിട്ടുള്ളതായ ഈ പേരോട് കൂടിയിട്ടുള്ള മകനുണ്ട്. വേറെ ഉണ്ട് കുറേ മക്കള്, 100 പേരുണ്ട്. വസിഷ്ഠന്റെ പുത്രന്മാരെ പോലെ തന്നെ മാനസപുത്രന്മാരാവാം, ഔരസപുത്രന്മാരാവാം, ശിഷ്യഗണങ്ങളാണ്. അവര് പറയാണ് മധുച്ഛന്ദയ സുതാഹ, അവര് മധുച്ഛന്ദൻ മുതലായിട്ടുള്ള ശിഷ്യന്മാരെ അല്ലെങ്കിൽ മക്കൾ എല്ലാവരും കൂടിയിട്ട് പറഞ്ഞു, നരശ്രേഷ്ഠ അല്ലയോ ശ്രീരാമ, സാഭിമാനം സലീലം ഇതം അബ്രുവൻ,
കുറച്ച് അഹങ്കാരത്തോട് കൂടിയിട്ട് ഒന്ന് കളിയാക്കണ പോലെ, അതാണ് സലീലം. വിശ്വാമിത്രന്റെ വാക്കുകളെ അത്ര പരിഗണിക്കാതെ ഒന്ന് കളിയാക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ആരോട് പറഞ്ഞു? വിശ്വാമിത്രനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? കഥം ആത്മസുതാൻ ഹിത്വാ ത്രായസേ അന്യസുതം വിഭോ. അല്ലയോ പിതാവേ, വിഭോ, അങ്ങ് എന്താ ഇപ്പൊ ചെയ്യണത്? ആത്മസുതാൻ ഹിത്വാ, സ്വന്തം മക്കളെ ഉപേക്ഷിച്ചിട്ട്, കഥം എങ്ങനെയാണ്, അന്യസുതം ത്രായസേ, വേറൊരാളുടെ മകനെ രക്ഷിക്കാൻ തോന്നുന്നത്? സാധാരണഗതിയിൽ എല്ലാവരും അവരവരുടെ മക്കളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനാ നോക്കുക. അങ്ങ് ഇപ്പോൾ ചെയ്യണത് എന്താണ്? വേറൊരാളുടെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ മക്കളെയൊക്കെ ബലി കൊടുക്കുക ചെയ്യണത്. ഇതെങ്ങനെയാ ചെയ്യാൻ പറ്റണത്? അത് ഏതുപോലെയാണ്? അകാര്യമിവ പശ്യാമ, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യണ പോലെയുണ്ട്. സ്വന്തം മക്കളെ ബലി കൊടുക്കാൻ പുറപ്പെടുക എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഏതുപോലെ? ഭോജനെ ശ്വമാംസം ഇവ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഊണ് കഴിക്കുമ്പോൾ അതിൽ നായയുടെ മാംസം കൂട്ടി കഴിക്കുന്നത് പോലെ. ഏറ്റവും ത്യക്തമായിട്ടുള്ള ഭോജ്യങ്ങളിലൊന്നാണ് മാംസം. അതിൽ വെച്ചിട്ട് പട്ടിയുടെ മാംസം തിന്നുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് തിന്നണത് പോലെയാണ് ഭക്ഷണത്തിൽ നായ്ക്കളുടെ മാംസം കഴിക്കുന്നത് പോലെയാണ് അങ്ങ് ഇപ്പം ചെയ്യുന്ന പ്രവൃത്തി. അവരവരുടെ മക്കളെയൊക്കെ തഴഞ്ഞിട്ട് വല്ലൊരാളുടെയും ആരാൻ്റെ മകനെ സംരക്ഷിക്കുക എന്നുള്ളൊരു പ്രവൃത്തി ചെയ്യാൻ പാടുള്ളതാണോ? വളരെ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത് എന്ന് മധുച്ഛന്ദനെ പോലെയുള്ള മക്കൾ എല്ലാവരും കൂടി ചേർന്ന് വിശ്വാമിത്രനോട് പറഞ്ഞു. അത് കേട്ടിട്ട് വിശ്വാമിത്രൻ എന്താ പറയണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. തസ്യ തദ്വചനം ശ്രുത്വാ വിശ്വാമിത്രോ മഹാതപാഃ സാന്ത്വയിത്വാ ബഹുവിധം പുത്രാനിദമുവാചഃ യത്കൃതേ പിതരഃ പുത്രാൻ ജനയന്തി ശുഭാർത്ഥിനഃ പരലോകഹിതാർത്ഥായ തസ്യ കാലോയമാഗതഃ അയം മുനിസുതോ ബാലോ മത്തഃ ശരണമിച്ഛതി അസ്യ ജീവിതമാത്രേണ പ്രിയം ഗുരുതപുത്രകാഃ സർവേ സുഹൃതകർമാണഃ സർവേ ധർമ്മപരായണാഃ പശുഭൂതാ നരേന്ദ്രസ്യ തൃപ്തിമഗ്നേഃ പ്രയച്ഛത നാഥവാംശ്ച ശുനശ്ശേപോ യജ്ഞശ്ചാവിഘ്നതോ ഭവേത് ദേവതാസ്തർപ്പിതാശ്ച സ്യുർമമജാപി കൃതം വചഃ മുനേസ്തദ്വചനം ശ്രുത്വാ മധുച്ഛന്ദാദയഃ സുതാഃ സാഭിമാനം നരശ്രേഷ്ഠ സലീലമിദമബ്രുവൻ കഥമാത്മസുതാൻ ഹിത്വാ ത്രായസേന്യസുതം വിഭോ അകാര്യമിവ പശ്യാമ ശ്വമാംസമിവ ഭോജനേ. വളരെ ഒരു നികൃഷ്ടമായിട്ടുള്ള ഒരു ഉപമയാണ് അവിടെ മക്കൾ ഉപയോഗിച്ചത്. അത് കേട്ടിട്ട് വിശ്വാമിത്രൻ എന്താണ് പറയണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.